ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൃഷിലോകം സബ്സ്ക്രൈബറായ ശ്രീലത സുനിലിൻ്റെ വീട്ടിലെ അടുക്കളത്തോട്ടവും പൂന്തോട്ടവുമാണ് കാണാൻ പോകുന്നത്. വീഡിയോ എനിക്ക് ശ്രീലത വാട്സപ്പിൽ അയച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഇവിടുത്തെ പൂച്ചെടികൾ പ്രധാനമായിട്ടും 10 മണി ചെടി, അതുപോലെ തന്നെ വിവിധ നിറത്തിലുള്ള റോസ്, അഡീനിയം പ്ലാന്റുകൾ, ഓർക്കിഡുകൾ, വ്യത്യസ്ത നിറത്തിലുള്ള ചെമ്പരത്തികൾ എന്നിവയാണ്. മലയാളികൾക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയാണ് ചെമ്പരത്തി, അല്ലേ? ഇപ്പോൾ തലമുടി വളരാനും അതുപോലെ തന്നെ താരനകറ്റാനും ഒക്കെ വിശേഷപ്പെട്ടതാണ് ചെമ്പരത്തി ഇലയും മൊട്ടുകളും. അപ്പോൾ ഇത് എണ്ണ കാച്ചി തേക്കുന്നത് വളരെ നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കും. ഇവിടെ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള ചെമ്പരത്തി പൂക്കൾ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. ചെമ്പരത്തിയുടെ പൂമൊട്ട് വിരിയാതെ കൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ചട്ടിയിൽ വളർത്തുന്ന ചെമ്പരത്തിക്കാണ് പ്രധാനമായും ഇങ്ങനെയൊരു പ്രശ്നം. കീടശല്യം തന്നെയാണ് ഇതിൻ്റെ കാരണം. മൊട്ടിനുള്ളിൽ വളരെ ചെറിയ കീടം മുട്ടയിടുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഇതിനായിട്ട് നമുക്ക് വേര് വഴി ചെടിയിലേക്ക് എത്തുന്ന ഇൻസെക്ടിസൈഡ്സ് ആണ് നൽകേണ്ടത്. ചെമ്പരത്തി പോലുള്ള ചെടികൾക്ക് നല്ലത് ഇമിഡാക്ലോപ്രിഡ് എന്ന ഇൻസെക്ടിസൈഡാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മണ്ണിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇലകളിലും തളിച്ചു കൊടുക്കാം. മണ്ണിൽ പൊട്ടാസ്യം കുറഞ്ഞാലും ഇങ്ങനെ സംഭവിക്കാം, പ്രത്യേകിച്ച് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അതിനായിട്ട് ബനാന പീൽ ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാം. അതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒട്ടുമിക്ക ഫലവൃക്ഷ തൈകളും ചട്ടിയിലൊക്കെയാണ് നട്ടുവെച്ചിരിക്കുന്നത്. കാരണം സ്ഥലത്തിൻ്റെ പരിമിത മൂലമാണ്. പേരയൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചട്ടിയിൽ വെച്ച മാവും പൂത്ത് നിൽക്കുന്നത് കാണാം. അതും ആരെയും ആകർഷിക്കാൻ പോകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ശ്രീലതയ്ക്ക് പൂച്ചെടികൾ മാത്രമല്ല ഫലവൃക്ഷ തൈകളോടും ഉള്ള ഒരു ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികൾക്ക് മഞ്ഞളിപ്പ് അതുപോലെ തന്നെ മുരടിപ്പൊക്കെ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം പോഷകങ്ങളുടെ അഭാവം തന്നെയാണ്. നമ്മുടെ ആ ചട്ടി ഈ ചെടികളുടെ ആവശ്യത്തിനുള്ള മണ്ണും വളവും ഒക്കെ കൊള്ളാനായിട്ടുള്ള വലിപ്പമുള്ളതാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നൈട്രജൻ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണം ഇങ്ങനെ വരാം. അപ്പോൾ ആദ്യം 1 പിടി ഡോളോമേറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. 5 ദിവസം കഴിഞ്ഞ് നമുക്ക് ചാണകം പുളിപ്പിച്ചതോ കടലപ്പിണ്ണാക്ക്, ഗോമൂത്രം എന്നിവ ചേർത്തിട്ടുള്ള ആ ഒരു മിശ്രിതം 10 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് പുളിപ്പിച്ച് ചുവട്ടിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കും. നമ്മുടെ വേലിപ്പടർപ്പുകളിലും ഉദ്യാനങ്ങളിലും മാത്രമല്ല ടെറസിലെ ചട്ടിയിലും നമുക്ക് വളർത്താവുന്ന ഒന്നാണ് ബൊഗൈൻവില്ല. കടലാസ് പൂവ് എന്നറിയപ്പെടുന്ന ഇത് ശരിക്കും ഒരു പൂവല്ലെന്നാണ് പറയുന്നത്. വർണ്ണമനോഹരമായ ഇലകളാണ്. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ബൊഗൈൻവില്ല ചെടികളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് വഴുതന, വെണ്ട, പച്ചമുളക് എന്നിവയും കാണാം. ഇതൊക്കെ തന്നെ ഗ്രോ ബാഗിലാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. പിടിച്ചു കിട്ടാൻ കുറവ് പരിചരണം മാത്രം ആവശ്യമുള്ള ഒന്നാണ് അഡീനിയം. മഴ വരുമ്പോൾ വെള്ളം വീഴാത്ത സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. 10 മണി പൂക്കളും വ്യത്യസ്ത നിറങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് നയനമനോഹരമായൊരു കാഴ്ചയാണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് 10 മണി പൂക്കൾ വെക്കുന്നതെങ്കിൽ നിറയെ പൂക്കളുണ്ടാകും. അതുപോലെ മഴ സമയത്ത് നമ്മൾ മഴ കൊള്ളാതെ മാറ്റി വയ്ക്കേണ്ടതുമുണ്ട്. നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ശ്രീലത ഉപയോഗിക്കുന്ന ഒരു വളമെന്ന് പറയുന്നത് ഇപ്സം സോൾട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡയറി ഫാം അങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും ആ വീഡിയോ കൂടി കാണുക. വീഡിയോ കാണാത്തവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് തരാം. അപ്പോൾ ഇവിടുത്തെ കൃഷി വിശേഷങ്ങളും പൂന്തോട്ട കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൃഷിലോകം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.